ഇന്ന് ഞാൻ ചിക്കനൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ മയണൈസ് കട്ട്ലറ്റുമായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് കഴിക്കാൻ അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കി സമയം കളയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഓൾറെഡി 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്, ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്തിട്ടില്ല, അതിന് പകരമാണ് ഞാൻ കുരുമുളക് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ടേസ്റ്റ് അധികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് നാരങ്ങ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവണം, എന്നാലേ നമുക്ക് നന്നായിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ക്യാരറ്റ് ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ, പക്ഷെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മയണൈസാണ്. അത് എഗ്ലെസ്സോ എഗ്ഗ് ചേർത്തിട്ടുള്ളത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അത് മയണൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ടൊന്ന് എടുത്തിട്ട് ഇതേപോലെ കയ്യിലൊന്ന് പരത്തി കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ബൗൾ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്കിനി ഒരു ചെറിയ സ്പൂണ് മയണൈസ് വെച്ച് കൊടുക്കാം. മയണൈസ് നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ചെറിയ ഒരു സ്പൂണ് ചേർത്താൽ മതി. അപ്പോൾ മയണൈസ് കട്ടിയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് ബോളാക്കി എടുക്കരുത്, ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ആക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോളിന് അത്യാവശ്യം കട്ടി ഉണ്ടാവണം, എന്നാലേ മയണൈസ് പുറത്ത് വരാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോൾ പോലെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതിലും കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പം മയണൈസ് പുറത്ത് കാണുന്ന ഭാഗം നമുക്ക് കുറച്ചും കൂടി മാവ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 2 മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് മുക്കിയിട്ട് എടുക്കാം. മുക്കിയെടുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ചെയ്യുക, കാരണം ഉള്ളിൽ മയണൈസ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും, അതുകൊണ്ട് പൊട്ടാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല, കാരണം മുട്ടയിൽ കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് പുറത്ത് വരുമൊന്നുമില്ല. മയണൈസ് ഒന്നും സാധാ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഉള്ളിൽ വേവണ്ട, എന്നാലും ചെറുതായിട്ട് നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡൊന്ന് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചു വിടുന്ന സമയത്ത് സൂക്ഷിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 2 സൈഡ് വരെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതങ്ങനെ ഒരുപാട് എണ്ണയൊന്നും ഉണ്ടാവില്ല, നമ്മൾ തീ ഒരുപാട് കുറച്ച് ചെയ്യുമ്പോഴാണ് എണ്ണ കുടിക്കുന്നതും പൊട്ടിപ്പോകുന്നതും ഒക്കെ. അപ്പോൾ ഒരു കറക്റ്റ് ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഭംഗി. ഉള്ളിൽ നിറയെ മയണൈസൊക്കെ ആയിട്ട് അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ട് ഇഷ്ടം, മയണൈസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം മറ്റൊരു കിട്ടുക്കം വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.